Good morning. Today, let us study question tag. Question tag or tag question. Question tag is also known by the reverse order tag question. What is it? What is question tag? A question tag is a small question attached to a statement. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ചെറിയ ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ്. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ സ്മോൾ ക്വസ്റ്റ്യൻ അറ്റാച്ച്ഡ് ടു എ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ്? ഫോർ ഗെറ്റിംഗ് എ പോസിറ്റീവ് ആൻസർ, ഫോർ ഗെറ്റിംഗ് ആൻ അഫർമേഷൻ വി ആർ യൂസിങ് ക്വസ്റ്റ്യൻ മാർക്ക്. അതിനുവേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നു. കൂടുതലും സംസാരിക്കുമ്പോഴാണ് ഇൻ അവർ കോൺവെർസേഷൻ ഓർ ഇൻ അവർ സ്പീച്ച് വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് കൂടുതലും ഉപയോഗിക്കുന്നു. ടാഗ്സ് ആർ ഓഫ് ടു കൈൻഡ്സ് ഓർ ദർ ആർ ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്സ്. രണ്ട് തരം ടാഗുകളുണ്ട്. വൺ ഈസ് പോസിറ്റീവ് ടാഗ് ആൻഡ് ദി അതർ ഈസ് നെഗറ്റീവ് ടാഗ്. ടാഗുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് പോസിറ്റീവ് ടാഗ്, മറ്റൊന്ന് നെഗറ്റീവ് ടാഗ്. See, two types of tags. How do we use them? The general rule is that a positive statement takes a negative tag and a negative statement takes a positive tag. ഒരു പൊതുവായ നിയമം, ടാഗിനെ സംബന്ധിച്ച് ഒരു പൊതുവായ നിയമം, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന്, ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ടാഗ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. ഇതാണ് പൊതുവായ ഒരു നിയമം. ഹൗ ഡു വി ഐഡൻറ്റിഫൈ എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്? ഹൗ ക്യാൻ വി സീ ഫോർ അവേഴ്സെൽസ് വെദർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നോ, നോട്ട്, നത്തിങ്, നണ്ണ്, നെവർ, നോബഡി, നോ വൺ, ഹാഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇവയിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നോയോ, നോട്ടോ, നത്തിങ്ങോ, നെവറോ, നോ വണ്ണോ, നണ്ണോ, നെയ്തറോ, ഹാഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ്, ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇമാതിരി ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായിട്ടും കണക്കാക്കും, നമ്മൾ കരുതും. അപ്പോൾ പൊതുവായ നിയമം, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ടാഗ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിറ്റീവ് ടാഗ്. ഇപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഒരു നെഗറ്റീവ് ടാഗിലുള്ളത്, എന്താണ് ഒരു പോസിറ്റീവ് ടാഗിലുള്ളത്? ഒരു ടാഗിൽ, ഒരു പോസിറ്റീവ് ടാഗിൽ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ദർ ആർ ടു എൻറ്റിറ്റീസ് ഇൻ എ പോസിറ്റീവ് ടാഗ്. ഒരു പോസിറ്റീവ് ടാഗിൽ ആകെപ്പാടെ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആദ്യം ഒരു ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ്. ഈ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ടാഗിലെ ആകെയുള്ള രണ്ട് ഘടകങ്ങൾ ഒരു ഓക്സിലറി വെർബും തുടർന്നൊരു സബ്ജക്റ്റും. നമ്മൾ എഴുതുമ്പോൾ അവസാനം ചെറിയ ചോദ്യമാണ് ടാഗ്, അതുകൊണ്ട് തന്നെ അതിന് ക്വസ്റ്റ്യൻ ആവശ്യമായ ക്വസ്റ്റ്യൻ മാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയും വേണം. ഈ നെഗറ്റീവ് ടാഗിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ? വിച്ച് ആർ ദി ഫാക്ടേഴ്സ്, വിച്ച് ആർ ദി എൻറ്റിറ്റീസ് ഇൻ എ നെഗറ്റീവ് ടാഗ്? നെഗറ്റീവ് ടാഗിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നെഗറ്റീവ് ടാഗിൽ ആദ്യം ഓക്സിലറിയോട് നോട്ട് ചേർത്ത് ചുരുക്കിയ രൂപവും സബ്ജക്റ്റും മാത്രവും. ഒരു നെഗറ്റീവ് ടാഗിൽ ഓക്സിലറിയോട് നോട്ട് ചേർത്ത് ചുരുക്കിയ രൂപവും സബ്ജക്റ്റും മാത്രം. അപ്പോൾ ഓക്സിലറിയോട് നോട്ട് ചേർത്ത് ചുരുങ്ങിയ രൂപം മാത്രമേ നമ്മൾ ടാഗിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഓക്സിലറീസ് നമുക്കറിയാം, വി ഹാവ് സ്റ്റഡീഡ് ഓക്സിലറീസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഗ്രാമർ. ഗ്രാമറിൻ്റെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ഓക്സിലറി വെർബ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബിയുടെ ഫോംസ് നമുക്കറിയാം, ആം, ഈസ്, ആർ, വാസ്, വെയർ. ബിയുടെ പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലുള്ള ഫോംസാണ്. അതിൽ ആമിനോട് നോട്ട് ചേർത്ത് ചുരുക്കുമ്പോൾ ഒരു പ്രയോഗമില്ല, ആമിൻ്റെ എന്നൊരു പ്രയോഗമില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ആറിൻ്റെ ഉപയോഗിക്കേണ്ടത്. ഇഫ് സച്ച് എ സർക്കംസ്റ്റൻസ് അറൈസസ് വി ഷുഡ് യൂസ് ആറിൻ്റെ എന്ന് ഉപയോഗിക്കണം, അല്ലെ ആമിൻ്റെ ഇല്ല. എയിൻ്റെ എന്നൊക്കെ ഒരു പ്രയോഗം അമേരിക്കൻ ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്, പക്ഷേ ആമിൻ്റെ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിൽ ഇല്ല. അപ്പോൾ ടാഗിൽ നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ ആറിൻ്റെ ഉപയോഗിക്കുന്നത്. ഈസ് പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു ഈസ് നോട്ട്, ഷോർട്ട് ഫോം ഈസ് ഈസിൻറ്റ്. ആർ പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ നോട്ട്, ഷോർട്ട് ഫോം ഈസ് ആറിൻ്റെ. വാസ് പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു വാസ് നോട്ട്, ദി ഷോർട്ട് ഫോം ഈസ് വാസിൻ്റെ. വേർ പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു വേർ നോട്ട്, ദി ഷോർട്ട് ഫോം ഈസ് വേറിൻറ്റ്. ഹാവ് പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു ഹാവ് നോട്ട്, ഷോർട്ട് ഫോം ഈസ് haven't. Has plus not is equal to has not, the short form is hasn't. Had plus not is equal to had not, the short form is hadn't. ഇനി ഡു എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ടല്ലോ, ഡൂവിനോട് നോട്ട് ചേർക്കുമ്പോൾ ഡു നോട്ടാണ്, അതിൻ്റെ ഷോർട്ട് ഫോം ഡോണ്ട് ആണ്, ഡോണ്ട്. ഡെസിനോട് നോട്ട് ചേർക്കുമ്പോൾ ഡെസ് നോട്ട് എന്ന് വരും, അതിൻ്റെ ഷോർട്ട് ഫോം ഡെസിൻ്റ് ആണ്. ഡിഡിനോട് നോട്ട് ചേർക്കുമ്പോൾ ഡിഡ് നോട്ട് എന്നാണ് വരുന്നത്, അതിൻ്റെ ഷോർട്ട് ഫോം ഡിഡിൻറ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്. പിന്നെ മോഡൽ ഓക്സിലറീസ് ഉണ്ടല്ലോ, വില്ലിനോട് നോട്ട് ചേർത്ത് ചുരുക്കുമ്പോൾ ഫുൾ ഫോം വിൽ നോട്ട്, ഷോർട്ട് ഫോം വോണ്ടാണ്, വോണ്ട്. ഷാൽ പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു ഷാൽ നോട്ട്, ഷോർട്ട് ഫോം ഷാൻഡ്. ക്യാൻ പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു കനോട്ട്, ഷോർട്ട് ഫോം ഈസ് കാൻഡ്. മേ പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു മേ നോട്ട്, ഷോർട്ട് ഫോം ഈസ് മെയിൻറ്റ്. മൈറ്റ് പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു മൈറ്റ് നോട്ട്, the short form is mightn't. Must plus not is equal to must not, short form is mustn't. Should plus not is equal to should not, short form is shouldn't. Ought plus not is equal to ought not, short form is oughtn't. Need plus not is equal to need not, the short form is needn't. ഇപ്പോൾ ടാഗിൽ ഈ നെഗറ്റീവ് ടാഗിൽ ഓക്സിലറിയോട് നോട്ട് ചേർത്ത് ചുരുക്കിയ രൂപം മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പോൾ ടാഗിൽ ആകെയുള്ള രണ്ട് ഘടകങ്ങൾ ഓക്സിലറി വെർബും സബ്ജക്റ്റ് മാത്രം. പോസിറ്റീവ് ടാഗിൽ ഓക്സിലറി വെർബ് സബ്ജക്റ്റും. പിന്നെ നെഗറ്റീവ് ടാഗിലാണെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്ത് ചുരുക്കിയ രൂപവും സബ്ജക്റ്റും. ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഹോട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഉള്ളതുകൊണ്ട് വി കുഡ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഇൻ നെഗറ്റീവ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇറ്റ് റിക്വയർസ് ഓർ നീഡ്സ് എ പോസിറ്റീവ് ടാഗ്. പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈസിറ്റ് എന്നല്ലേ വരുന്നത്, അതെങ്ങനെ വരുന്നു നമുക്ക് പഠിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് വേണ്ടത് നെഗറ്റീവ് ടാഗാണ്. ഈസിൻ്റെ ഇറ്റ് എന്നല്ലേ വരുന്നത്. അപ്പോൾ ടാഗിലെ ഘടകങ്ങൾ മനസ്സിലായി. ഇനി ടാഗിൽ ആവശ്യമുള്ള ഘടകങ്ങളെ നമ്മൾ എവിടുന്നാണ് സെലക്ട് ചെയ്യുന്നത്? ഫ്രം വെയർ ക്യാൻ വി സെലക്ട് ദി എൻറ്റിറ്റീസ് ഇൻ ദി ടാഗ്? ഈ ടാഗിൽ ആവശ്യമുള്ള ഘടകങ്ങളെ നമുക്ക് എവിടുന്നാണ് സെലക്ട് ചെയ്യുന്നത്? We can choose or select the entities of the tag from the statement itself. നമുക്ക് ലഭിക്കുന്ന, നമ്മൾ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ടാഗിൽ ആവശ്യമായ, ടാഗിന് വേണ്ടുന്ന ഘടകങ്ങൾ എടുക്കുന്നത്. ആദ്യം നമുക്ക് സബ്ജക്റ്റിൻ്റെ കാര്യം നോക്കാം. ടാഗിലെ സബ്ജക്റ്റ്. ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ് വിൽ ഓൾവേസ് ബി എ പ്രോനൗൺ. ടാഗിലെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും ഒരു പ്രോനൗൺ ആയിരിക്കും. ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രോനൗൺ വരാതെ വേറെ വാക്ക് വരുന്നത്, വേറെ പദം വരുന്നത്. ദേർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വ്യത്യാസം. അല്ലാത്ത കേസിൽ ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ് വിൽ ഓൾവേസ് ബി എ പ്രോനൗൺ. ടാഗിലെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും പ്രോനൗൺ ആയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് രാജു എന്നാണെങ്കിൽ ടാഗിൽ നമ്മൾ ഹി എന്നെടുത്താൽ മതി. സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് ഹീര എന്നാണെന്നുണ്ടെങ്കിൽ ടാഗിൽ നമ്മൾ ഷീ എന്നെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ടാഗിലെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും ഒരു പ്രോനൗൺ ആയിരിക്കും. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ടാഗിൽ ആവശ്യമുള്ള ഈ ഓക്സിലറി വെർബിനെ എവിടുന്ന് എടുക്കുന്നത്? ദി ഓക്സിലറി വെർബ് റിക്വയർഡ് ഇൻ എ ടാഗ് ഈസ് ഓൾസോ ടേക്കൺ ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ദി ഓക്സിലറീസ് ലൈക്ക് ആം, ഈസ്, ആർ, വാസ്, വെയർ
ഹൗ, ഹാസ്, ഹാഡ്, വിൽ, ഷാൽ, ക്യാൻ, മേ, മൈറ്റ്, മസ്റ്റ്, ഷുഡ്, വുഡ്, കുഡ്, വോട്ട് ടു, നീഡ്, ഡയർ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തെളിഞ്ഞ് കാണും. ദേ വിൽ ബി ക്ലിയർ ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് വി ഗെറ്റ്. നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ തെളിഞ്ഞ് കാണും. എന്നാൽ വേറെ ഒരു 3 ഓക്സിലറീസ് അങ്ങനെ തെളിഞ്ഞ് കാണത്തില്ല. ആ ഓക്സിലറീസിൽ വെബ്സിൽ അന്തർലീനമായി അടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഡൂവും ഡെസ്സും ഡിഡുമാണ്. അതങ്ങനെ തെളിഞ്ഞ് കാണത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആമോ, ഈസോ, ആറോ, വാസോ, വേറോ, ഹാവോ, ഹാസോ, ആഡോ, വില്ലോ, ഷാലോ, ക്യാനോ, മേയോ, മൈറ്റോ, മസ്റ്റോ, ഷുഡോ അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ മെയിൻ വെബിൽ അന്തർലീനമായിരിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറിയെ നമ്മൾ കണ്ടെടുക്കണം. നമ്മളതിനെ എടുക്കണം. ഏതിനെ? ടാഗിൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ടെൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്ലൂറൽ വെബിൽ അടങ്ങിയിരിക്കുന്ന, പ്ലൂറൽ വെബ് എന്ന് പറഞ്ഞാൽ വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് യു, ദി ബേസ് ഫോം ഓർ ദി റൂട്ട് ഫോം ഓഫ് ദി വെബ് റൂട്ട്. ഒരു പ്ലൂറൽ വെബിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡൂ ആണ്. ഒരു സിംഗുലർ വെർബിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡെസ് ആണ്. ഒരു പാസ്റ്റ് ടെൻസ് വെർബിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഇപ്പോൾ നമ്മൾ വെർബ് റൂട്ടായ ഒരു പ്ലൂറൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓക്സിലറി ഡു ആണ്. ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന വെബ് നമുക്കറിയാതെ റൂട്ടാണ്, പ്ലൂറലാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിലറി ഡു ആണ്. ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. ടോക്ക്, സംസാരിക്കുക എന്നുള്ള ടോക്ക്, ഡു പ്ലസ് ടോക്കാണ്. സ്റ്റഡി, ഡു പ്ലസ് സ്റ്റഡി ആണല്ലോ. അറൈവ്, ഡു പ്ലസ് അറൈവ് ആണല്ലോ. അവിടെ എല്ലാം ഈ പ്ലൂറൽ വെർബ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡു ആണ്. ഇനി എസ്സിലോ ഇ എസ്സിലോ അവസാനിക്കുന്ന സിംഗുലർ വെർബ്സ് ഉണ്ടല്ലോ, എല്ലാ സിംഗുലർ വെർബ്സിലും അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡെസ് ആണ്. ഓൾ സിംഗുലർ വെർബ്സ് കണ്ടെയ്ൻ ഓർ കൺസിസ്റ്റ് ഓഫ് ദി ഓക്സിലറി ഡെസ്. എല്ലാ സിംഗുലർ വെർബ്സിലും അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡെസ് ആണ്. ഇപ്പോൾ അറൈവ്സിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെസ് പ്ലസ് അറൈവ് ആണ്. നമ്മൾ ഈ ഓക്സിലറീസിനെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വെർബിൻ്റെ സ്ഥാനത്ത് റൂട്ടേ കാണത്തുള്ളൂ. ഡെസ് പ്ലസ് അറൈവ്സ് എന്നില്ല. അറൈവ്സിനെ അതിൻ്റെ സ്പ്ലിറ്റ് ഫോം ഡെസ് പ്ലസ് അറൈവ് ആണ്. ടോക്സിൻ്റെ സ്പ്ലിറ്റ് ഫോം ഡെസ് പ്ലസ് ടോക്കാണ്. റൈറ്റ്സിൻ്റെ സ്പ്ലിറ്റ് ഫോം ഡെസ് പ്ലസ് റൈറ്റ് ആണ്. തിങ്സിൻ്റെ THINKS തിങ്സിൻ്റെ സ്പ്ലിറ്റ് ഫോം ഡെസ് പ്ലസ് തിങ്ക് ആണ്. അപ്പോൾ അങ്ങനെ സിംഗുലർ വെർബിൽ അടങ്ങിയിരിക്കുന്നത് ഡെസ് ആണ്. പാസ്റ്റ് ടെൻസ് വെർബിനെ നമുക്ക് കണ്ടാൽ അറിയാം, ഡിയിലോ ഇഡിയിലോ ഒക്കെ അവസാനിക്കുന്ന അല്ലെങ്കിൽ വേറെ പദങ്ങൾ വരുന്ന ഇറഗുലർ വെർബ്സ് വരുമ്പോൾ വേറെ വാക്കുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാസ്റ്റ് ടെൻസ് വെർബുകളിൽ ഓൾ പാസ്റ്റ് ടെൻസ് വെർബ്സ് കണ്ടെയ്ൻ ഓർ കൺസിസ്റ്റ് ഓഫ് ദി ഓക്സിലറി ഡിഡ്. എല്ലാ പാസ്റ്റ് ടെൻസ് വെർബ്സിലും അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡിഡാണ്. ഒരു പാസ്റ്റ് ടെൻസ് വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അന്തർലീനമായ ഓക്സിലറി എടുക്കുമ്പോൾ ഡിഡാണ് നമുക്ക് കിട്ടുന്നത്. വി ആർ ഗെറ്റിംഗ് ഡിഡാണ് നമുക്ക് ലഭിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എടുക്കണം. അതല്ല തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അതെടുത്ത് നോട്ട് ചേർത്ത് ചുരുക്കിയോ അല്ലെങ്കിൽ പോസിറ്റീവ് ടാഗ് വേണ്ടുന്നെങ്കിൽ അതെടുത്തോ നമുക്ക് ടാഗിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ടാഗിലെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പ്രോനൗൺ ആയിരിക്കും, മിക്കപ്പോഴും പ്രോനൗൺ ആയിരിക്കും. ടാഗിൽ ആവശ്യമുള്ള ഓക്സിലറി നമ്മൾ എടുക്കുന്ന എവിടെ നിന്നാണ്? സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അങ്ങനെ തെളിഞ്ഞ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ലെക്സിക്കൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡു ആണോ ഡെസ് ആണോ ഡിഡ് ആണോ അതെടുക്കണം. നോട്ട് ചേർക്കണമെങ്കിൽ നോട്ട് ചേർത്ത് ചുരുക്കണം, അല്ലെങ്കിൽ അതുപോലെ എഴുതണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഹി വെൻറ്റ് അവേ എന്ന് പറയുന്നതിൽ നെഗറ്റീവിൻ്റെ ഒരൊറ്റ വാക്കുമില്ല. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് വേണ്ടുന്നത് എന്താണ്? നെഗറ്റീവ് ടാഗല്ലേ വേണ്ടുന്നത്. പക്ഷേ ആമി സാർ വാസ് വേറെ ഒന്നും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വെൻറ്റിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഓക്സിലറി എടുക്കണം. വെൻറ്റ് നമുക്കറിയാം ഡിഡ് പ്ലസ് ഗോ അല്ലേ. അപ്പോൾ വെൻറ്റിൽ അന്തർലീനമായിരിക്കുന്ന ഓക്സിലറി ഡിഡാണ്. നെഗറ്റീവ് ടാഗ് വേണമെന്നുള്ള ഡിഡിനോട് നോട്ട് ചേർത്ത് ചുരുക്കണം. ഇപ്പോൾ ഡിഡിൻ്റെ എന്ന് വരും. ഡിഡിൻ്റെ ഹി എന്നല്ലേ വരുന്നത്? ഡിഡിൻ്റെ ഹി എന്നാണ് വരും. ഇപ്പോൾ ജോണി ഈസ് ആബ്സെൻറ്റ് ടുഡേ. ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ്റെ ജോണി ഈസ് ആബ്സെൻറ്റ് ടുഡേ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, നെഗറ്റീവ് ടാഗല്ലേ വേണ്ടത്. അപ്പോൾ അവിടെ ഈസ് ഉണ്ട്, തെളിഞ്ഞ് കാണുന്ന ഈസ് ഉണ്ട്. ആ ഓക്സിലറിയോട് നോട്ട് ചേർച്ച് ചുരുക്കി ഈസിൻ്റെ പിന്നെ ജോണിന് പകരം പ്രോനൗൺ ഹി എടുക്കണം. ഈസിൻ്റെ ഹി ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമ്മൾ ടാഗ് എഴുതുമ്പോൾ എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ഷീറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, കോമ ഇടണം. വി ഷുഡ് യൂസ് എ കോമ, ദെൻ റൈറ്റ് ദി സ്മോൾ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ടാഗ് വിത്ത് ദി പഞ്ച്വേഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തുള്ള പഞ്ച്വേഷൻ മാർക്ക് ഇടണം. എന്നാലേ അത് ടാഗ് ക്വസ്റ്റ്യൻ ആവത്തുള്ളൂ. ജോൺ ഈസ് നോട്ട് പ്രസൻറ്റ് ടുഡേ. നോട്ടുണ്ട്. നോട്ടെന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവാക്കി. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ടാഗാണ്. അപ്പം അവിടെ ഓക്സിലറി ഉണ്ടല്ലോ, ഈസ് ഉണ്ടല്ലോ.
ഈ അവിടെ നമുക്ക് വേണ്ടത് പോസിറ്റീവ് ടാഗ് ആകുമ്പം ഓക്സിലറി ഈസ് അങ്ങ് എടുക്കുക. ജോണിന് പകരം എന്താ വേണ്ടത്? പ്രൊനൗണായ ഹി ഉപയോഗിക്കുന്നു. ഈസ് ഹി ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെയല്ലേ വേണ്ടത്? ആൻ ഈസ് ആബ്സെൻറ്റ് ടുഡേ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയുള്ള ടാഗ് വേണം? നെഗറ്റീവ് ടാഗ് ഈസിൻ്റെ ഷീ. ആൻ ഹാസ് നോട്ട് കം ബാക്ക്. ആൻ ഹാസ് നോട്ട് കം ബാക്ക്. നോട്ട് എന്ന് പറയുന്ന വാക്ക്, ആ നെഗറ്റീവ് വേർഡ്, ഇറ്റ് മെയ്ഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആക്കി കളഞ്ഞു. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. ഓക്സിലറി വേണമല്ലോ, അവിടെ ഉണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ടല്ലോ. ആ ഹാസിനെ എടുക്കുക, പിന്നെ ആനിന് പകരം നമ്മളതിൻ്റെ പ്രോനൗൺ ഉപയോഗിക്കുക, ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, അതിൻ്റെ ടാഗ് വേണം. അതെങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? നെഗറ്റീവ് ടാഗ് അല്ലേ വേണ്ടത്. അപ്പം എന്താണ്? ഈസ് അവിടെയുണ്ട്. ഈസിനോട് നോട്ട് ചേർത്ത് ചുരുക്കുമ്പോൾ ഈസിൻ്റെ. പിന്നെ അവിടെ പ്രോനൗൺ തന്നെയാണ് സബ്ജക്റ്റ് കിടക്കുന്നത്. ആ പ്രോനൗണിനെ എടുത്ത് എഴുതിയാൽ മതിയല്ലോ. ഈസിൻറ്റ് ഇറ്റ്. ഷീ ക്യാൻ സിമ്മൽ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ടാഗ് വേണം. അവിടെ ഓക്സിലറി ഉണ്ടല്ലോ, ക്യാൻ ഉണ്ടല്ലോ. നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്യാനോട് നോട്ട് ചേർത്ത് ചുരുക്കണ്ടേ. അപ്പോഴെന്ത് വരും? കാണ്ട്. പിന്നെ ഷീ ആണല്ലോ പ്രോനൗൺ, ആ ഷീ എടുത്താൽ മതിയല്ലോ, കാൻഡ് ഷീ. ഷീ സിംസ് വെൽ എന്നാണെങ്കിലോ ഒരു ഓക്സിലറിയും സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നില്ല. അതുകൊണ്ട് സിംസിനെ നോക്കൂ. സിംസ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന അത് പിന്നെ സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഓക്സിലറി ഡെസ് അല്ലേ. ദി സിംഗുലർ വെർബ് കണ്ടെയ്ൻസ് ദി ഓക്സിലറി ഡെസ്. ആ ഡെസ്സിനെ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഷീ സിംസ് വെല്ലാണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ സിംസിൽ നിന്ന് നമുക്ക് ഡെസ് കിട്ടി, അതിനോട് നോട്ട് ചേർത്ത് ചുരുക്കുമ്പോൾ ഡെസിൻറ്റ്. പിന്നെ പ്രോനൗൺ അത് തന്നെ, ഷീ തന്നെയാണ് വേണ്ടത്. ഷീ സ്പീക്സ് ഫ്രഞ്ച്. അവിടെയും ഓക്സിലറി ഒന്നും കാണുന്നില്ല, തെളിഞ്ഞ് കാണുന്നില്ല. ആ സ്പീക്സിനെ നോക്കൂ, എസ്സിൽ അവസാനിക്കുന്ന സിംഗുലർ വെർബ് അല്ലേ. സിംഗുലർ വെർബിൽ ഡെസ് അല്ലേ അടങ്ങിയിരിക്കുന്ന, ആ ഡെസ് എടുക്കുക. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ടാഗ് ഷുഡ് ബി നെഗറ്റീവ് ടാഗ് അല്ലേ വേണ്ടത്. അപ്പോഴെങ്ങനെ വരണം? ഡെസിൻറ്റ് ഷീ എന്നല്ലേ വരേണ്ടത്. അപ്പോൾ ടാഗിലെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും പ്രോനൗൺ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. വി ആർ നോട്ട് ലേറ്റ്. നോട്ടിൻ്റെ സാന്നിധ്യം അതിനെ നെഗറ്റീവ് ആക്കിയല്ലോ, പോസിറ്റീവ് ടാഗാണ് വേണ്ടുന്നത്. അവിടെ ഓക്സിലറി ഉണ്ടല്ലോ, ഏതാണ്? ആർ. പ്രോനൗൺ ഉണ്ടല്ലോ, പ്രോനൗണിൽ തന്നെയാണ് ആദ്യം സബ്ജക്റ്റ് വന്നിരിക്കുന്നത്, വി. അപ്പോൾ എന്താ വേണ്ടത്? ഓക്സിലറിയും സബ്ജക്റ്റ് പ്രോനൗൺ ആർ വി ക്വസ്റ്റ്യൻ മാർക്ക്. ജോണി ഈസ് ക്ലെവർ, അതും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ഉണ്ട്, ഓക്സിലറി ഉണ്ട്, അവിടെ ഈസ് ഉണ്ട്. ഈസിനോട് നോട്ട് കയറി ചുരുക്കുമ്പം നെഗറ്റീവ് ഓക്സിലറി വെർബാവും. ഈസിൻ്റെ. ജോണിന് പകരം എന്ത് വേണം? പ്രോനൗൺ ഹി. ഈസിൻ്റെ ഹി ആയി. മൈ മദർ കുക്സ് വെൽ. മൈ മദർ കുക്സ് വെൽ. അവിടെ ഒന്നും കാണുന്നില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആറോ ഈസോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്സിലേക്ക് പോകുന്നു. കുക്സ് എസ്സിൽ അവസാനിക്കുന്ന സിംഗുലറാണ്. സിംഗുലറിലെ ഓക്സിലറി ഡെസ് ആണല്ലോ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, നമുക്ക് വേണ്ടത് നെഗറ്റീവ് ടാഗാണ്. അപ്പോൾ ഡെസ്സിനോട് നോട്ട് വരുമ്പോൾ ഡെസ്സിൻ്റെ ഷീ എന്നല്ലേ വരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇഫ് ദർ ആർ 2 or more auxiliaries, the question tag need only contain the first auxiliary verb. ഇനി നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം ഓക്സിലറീസ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ 2 or more auxiliaries in the statement, we need only take the first auxiliary in the tag. നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം ഓക്സിലറീസ് ഉണ്ടെങ്കിൽ നമ്മൾ ടാഗിൻ്റെ ആവശ്യമായിട്ട് ടാഗിലേക്ക് നമ്മൾ ആദ്യം വരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം വരുന്ന ഓക്സിലറി എടുത്താൽ മതിയാകും. ഹി വുഡ് ബി ഡൂയിങ് ഇറ്റ്. ഹി വുഡ് ബി ഡൂയിങ് ഇറ്റ്. വുഡും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടാഗ് എങ്ങനെ വരും? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് വേണം. ആദ്യം വരുന്ന ഓക്സിലറിയിൽ എടുക്കേണ്ട വുഡല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ വുഡിനെ നോട്ട് ചേർത്ത് ചുരുക്കണം. വുഡിൻ്റെ. ഹി അവിടെ പ്രോനൗൺ വന്നിരിക്കുന്നു, വുഡിൻ്റെ ഹി ക്വസ്റ്റ്യൻ മാർക്ക്. ഷീ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. അവനത് ചെയ്യേണ്ടതായിരുന്നു. ഷീ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഷുഡും ഉണ്ട്, ഹാവും ഉണ്ട്, 2 ഓക്സിലറീസ് ഉണ്ട്, അടുത്തടുത്ത് വന്നിരിക്കുന്നു. നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഓക്സിലറി എടുത്താൽ മതി. ഷുഡല്ലേ. നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. ഷുഡിൻ്റെ ഹി. ദേ ഷുഡ് ഹാവ് പെയ്ഡ് ദി ടാക്സ്. അതും ഷുഡ് ഹാവ് വന്നിരിക്കുന്നത്.
അപ്പോൾ എന്ത് വേണം, ആദ്യത്തെ ഷുഡ് എടുക്കണം, ഷുഡിൻ്റെ ദേ ഇതുപോലെ ഷുഡിൻ്റെ ദേ. ഇനി ഇത് ടാഗ് ഫോർ ഐ ആം ഈസ് ആറിൻ്റെ ഐ. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഓക്സിലറീസിനോട് നോട്ട് ചേർത്ത് അബ്രിവേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഐ ആം എന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ ടാഗ് ഏതാണ്, ആറിൻ്റെ ഐ എന്നാണ്. ആറിൻ്റെ ഐ അല്ല, ആമിൻ്റെ ഐ അല്ല, ആറിൻ്റെ ഐ എന്നാണ്. ഇനി ഓൾദോ എവരി വൺ ആൻഡ് എവരിബഡി ആർ സിംഗുലർ. നമുക്കറിയാം എവരി വൺ എവരിബഡി, ചിലർ എല്ലാവരും എന്നുള്ള സെൻസിൽ അതങ്ങനെ പറയും, അങ്ങനെയല്ല, ഓരോരുത്തരും. എവരി വൺ എവരിബഡി മീൻസ് ഈച്ച് വൺ, ഓരോരുത്തരും എന്നർത്ഥം. അത് സിംഗുലറാണ്. ബട്ട് ഫോർ ദി പർപ്പസ് ഓഫ് ദി ടാഗ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പ്ലൂറൽ ആൻഡ് റെഫേർഡ് ടു ബൈ ദേ. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ സിംഗുലറായ എവരി വണ്ണോ എവരിബഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്ലൂറലായിട്ട് സ്വീകരിക്കുന്നു. നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് എവരി വണ്ണിനും എവരിബഡിക്കും പകരം നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ദേ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടാഗിലെ സബ്ജക്റ്റ് ദേ ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ വരുന്ന ഓക്സിലറി വെർബ് ദേക്ക് യോജിച്ചതായിരിക്കണം. ദേ പ്ലൂറലാണല്ലോ, ആ പ്ലൂറലിന് യോജിച്ച ഓക്സിലറി വെർബ് ഉപയോഗിക്കാവൂ. ഈസും ദയും കൂടെ യോജിക്കത്തില്ല, ആറേ വരത്തുള്ളൂ അല്ലേ. ഡെസ്സും ദയും കൂടെ യോജിക്കത്തില്ല, ഡൂ ആണ് പ്ലൂറൽ, ഡൂവും ദയും കൂടെ വരത്തുള്ളൂ. അത് ഓർമ്മയിരിക്കണം. അപ്പോൾ എവരി വൺ എവരിബഡി ഇതൊക്കെ വരെ ഈ സിംഗുലേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ടാഗിൽ എടുക്കുന്ന സബ്ജക്റ്റ് ദേ ആണ്. ദേ എടുക്കുമ്പോൾ ദയുടെ തൊട്ട് മുമ്പിൽ ദേക്ക് യോജിച്ച ഓക്സിലറി വെർബാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എവരി വൺ വാസ് ഹാപ്പി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. ഇപ്പോൾ വാസുണ്ട്, അവിടെ വാസിനോട് നോട് പറയുമ്പോൾ വാസിൻ്റെ, പിന്നെ എവരി വൺ വന്നുകൊണ്ട് ദേ ആണ് സബ്ജക്റ്റ് വരേണ്ടത്. വാസിൻ്റെ ദേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഐ ഹാവ് ജസ്റ്റ് ടോൾഡ് യു. അപ്പോൾ ദേ വന്നതുകൊണ്ട് ദയോട് സിംഗുലർ വാസിൻ്റെ വരത്തില്ല, ദയോട് പ്ലൂറൽ വരണം. അപ്പോൾ വാസിൻ്റെ പകരം നമ്മൾ വേറിൻ്റെ എടുക്കണം. വി ഷുഡ് ടേക്ക് വേറിൻ്റെ ഇൻസ്റ്റെഡ് ഓഫ് വാസിൻ്റെ. വാസാണ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്, കാര്യം ശരി. പക്ഷെ ദയോട് അത് സ്യൂട്ടബിൾ ആകാത്തത് കൊണ്ട് നമ്മൾ ദേക്ക് സ്യൂട്ടബിൾ ആകുന്ന നമ്പറിലുള്ള ഓക്സിലറി എടുക്കണം, വേറിൻ്റെ ദേ. എവരിബഡി മസ്റ്റ് റെസ്പെക്ട് ഹിസ് പേരൻസ്. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ടാഗ് വേണം. മസ്റ്റ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്. അപ്പോൾ എന്താണ്, മസിൻറ്റ് എവരിബഡിക്ക് വരാൻ ദേ, മസിൻറ്റ് ദേ. എവരി വൺ വാസ് പ്രസൻറ്റ്, വാസുണ്ട്, എവരി വൺ വാസ് പ്രസൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വേണ്ടത് എന്താണ്, നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ വാസിൻ്റെ ദേ എന്നല്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ, ദയോട് വാസിൻ്റെ യോജിക്കില്ലല്ലോ, വേറിൻ്റെ ദേ എന്നല്ലേ ഉപയോഗിക്കേണ്ടത്, അതേ പറ്റൂ. എവരി വൺ ലൈക്സ് ഹിം, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. എവരി വൺ ലൈക്സ് ഹിം, അവിടെ ഓക്സിലറി ഒന്നും സ്റ്റേറ്റ്മെൻറ്റ് തെളിഞ്ഞ് കാണുന്നില്ല. അതുകൊണ്ട് ആ ലെക്സിക്കൽ വേർബിൽ നിന്നും നമ്മൾ ഓക്സിലറിയെ തിരഞ്ഞെടുക്കണം, കണ്ടുപിടിക്കണം, അന്തർലീനമായ ഓക്സിലറിയെ പുറത്തെടുക്കണം. ലൈക്സ് ആണല്ലോ, സിംഗുലർ ആണല്ലോ, അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡെസ് അല്ലേ. അപ്പോൾ ഡെസ്സിനോട് നോട്ട് പറയുമ്പോൾ ഡെസ്സിൻ്റെ എന്ന് വരും. പിന്നെ എവരി വൺ ആയതുകൊണ്ട് ദയാന്ന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഡെസ്സും ദയും കൂടെ യോജിക്കത്തില്ലെന്ന്. ദേ ആയതുകൊണ്ട് ദയ്ക്ക് വേണ്ടുന്ന ഓക്സിലറി ഡൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡെസിൻ്റെ ആണെങ്കിൽ കൂടി വി ഷുഡ് മേക്ക് എ ചേഞ്ച്, വി ഷുഡ് ചേഞ്ച് ഇറ്റ് ഇൻ ടു ഡോണ്ട്. നമ്മൾ ഡോണ്ടെന്ന് മാറ്റണം. അതിനുള്ള ഈ ഗ്രാമാറ്റിക്കലി ഇറ്റ് വിൽ ബി കറക്റ്റ്. ആ ഡെസിൻ്റെ ദേ എന്ന് പറയാൻ പറ്റത്തില്ല. അതേക്ക് യോജിച്ച ആ ഓക്സിലറി എടുക്കണം, ഡോണ്ട് നമ്മൾ എടുക്കണം, ഡോണ്ട് ദേ എന്ന് തന്നെ പറയണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇഫ് വൺ ഈസ് ദി സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്, ദ സെയിം ഈസ് യൂസ്ഡ് ആസ് ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ്. ഒരുവൻ എന്നർത്ഥം വരുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഉണ്ടല്ലോ, വൺ, ഒരുവൻ. ആ വൺ ആണ് സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് എങ്കിൽ ടാഗിലെ സബ്ജക്റ്റ് ഹിയോ ഷിയോ ഒന്നുമല്ല, ആ വൺ തന്നെയാണ്, വൺ തന്നെയാണ് വേണ്ടത്. വൺ ഹാസ് ടു ലവ് വൺസ് കൺട്രി, വൺ ഹാസ് ടു ലവ് വൺസ് കൺട്രി. ഹാസ് ആണല്ലോ അവിടുത്തെ ഓക്സിലറി, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ ഹാസിനോട് നോട്ട് ചേർത്ത് ചുരുക്കണം. ഹാസിൻ്റെ വൺ തന്നെയാണ്, അല്ലാതെ ഹാസിൻ്റെ ഹി എന്നോ ഹാസിൻ്റെ ഷീ എന്നോ അല്ല, ഹാസിൻ്റെ വൺ തന്നെ വേണം. വൺ ഷുഡ് നോട്ട് സ്റ്റീൽ, നോട്ടിൻ്റെ സാന്നിധ്യം നെഗറ്റീവ് ആക്കി, പോസിറ്റീവ് ടാഗ് വേണം. വൺ ഷുഡ് നോട്ട് സ്റ്റീൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടാഗ് ഷുഡ് നോട്ട്
അപ്പോൾ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഷുഡ് വൺ തന്നെ മതി. ഇനി ദി സജസ്റ്റൻസ് ബിഗിനിങ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റസ് ഓർ ഷോർട്ട് ഫോം ലെറ്റ്സ് ടേക്ക് എ റെഡിമെയ്ഡ് ടാഗ്, ടേക്ക് എ സ്റ്റോക്ക് ടാഗ്. ഇറ്റ് ഈസ് ഷാൽ ബി. ഇനി ലെറ്റസിൽ ആരംഭിക്കുന്ന സജസ്റ്റൻസിന് നിർദ്ദേശങ്ങൾക്ക് ഒരു റെഡിമെയ്ഡ് ടാഗ് ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, ഷാൽ ബി ആണ്. എളുപ്പമാണ് അത് വന്നാൽ. നമുക്ക് ഷാൽ ബി അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. ലെറ്റസ് ഗോ ഔട്ട്, കോമ ഷാൽ ബി എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ലെറ്റസ് പ്ലേ ദ ഗെയിം, ഷാൽ ബി എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി അതേപോലെ ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, സെൽഡം, ഇതെല്ലാം ദീസ് ആർ സെമി നെഗറ്റീവ് വേർഡ്സ്. ഇവയെല്ലാം സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. പക്ഷേ ടാഗിൽ നമ്മൾ അതിനെ ഫുൾ നെഗറ്റീവ് വേർഡ്സ് ആയിട്ടാണ് കരുതുന്നത്. ലിറ്റിൽ, ഫ്യൂ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഇവ സെമി നെഗറ്റീവ് വേർഡ്സ് ആണെന്നുണ്ടെങ്കിലും for the convenience of the tag we consider them to be full negative words. We use positive tags. നമുക്ക് അവയ്ക്ക് പോസിറ്റീവ് ടാഗ്സാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇവയെല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നെഗറ്റീവായി പോകും. ലിറ്റിൽ ഈസ് നോൺ അബൌട്ട് ഇറ്റ്, ലിറ്റിൽ വന്നതുകൊണ്ട് നെഗറ്റീവാണ്. ഈസ് അവിടെയുണ്ട്, ഈസ് ഇറ്റ്, ടാഗ് ഈസ് ഇറ്റാണ്, അത് ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഹീ സ്കേഴ്സ്ലി വിസിറ്റ്സ് ഹിസ് വില്ലേജ്, സ്കേഴ്സ്ലിയുടെ സാന്നിധ്യം അതിനെന്ത് ചെയ്തു, നെഗറ്റീവാക്കി. ഹീ സ്കേഴ്സ്ലി വിസിറ്റ്സ്, അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഓക്സിലറി കാണാനില്ല, പക്ഷേ ഓക്സിലറി നമ്മൾ വേർബിലുണ്ട്, വിസിറ്റ്സിൽ ഡസ് ആണ്, അപ്പോൾ ഡസ് ഹീ എന്ന് മതി. റയർലി ഡു വി സീ ഹിം നൗ എ ഡേയ്സ്, ഡു വി സി ഒരു എംഫസിസിന് വേണ്ടിയിട്ടാണ് ഡു സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. റയർലി ഡു വി സി ഹിം നൗ എ ഡേയ്സ്, ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ ഡു ഉണ്ട്, പിന്നെ സബ്ജക്റ്റ് വി ഉണ്ട്. ഡു വി ക്യാൻ സ്കേഴ്സ്ലി അഫോർഡ് ദി റെൻറ്റ്, സ്കേഴ്സ്ലി സെമി നെഗറ്റീവ് ഇവിടെ വന്നാലും അത് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, പോസിറ്റീവ് വേണ്ടുന്നത്. അപ്പോൾ എന്താണ് അവിടെ ക്യാൻ ഉണ്ടല്ലോ, ഓക്സിലറി ക്യാൻ വി എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതേ സമയത്ത് എ ലിറ്റിലോ എ ഫ്യൂ വരുവാണെങ്കിൽ, ഇഫ് എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് എ ഫ്യൂ ഓർ എ ലിറ്റിൽ, the statement will be positive and the statement takes a negative tag. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എ ലിറ്റിലോ എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. എ ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദി ഫങ്ഷൻ, അത് പോസിറ്റീവാണ്, നെഗറ്റീവ് ടാഗാണ് വേണ്ടുന്നത്. ടാഗിൽ ആവശ്യമുള്ള ഓക്സിലറി കാണുന്നില്ല, പക്ഷേ ലെക്സിക്കൽ ഓബിയിൽ നിന്ന് എടുക്കണം. അത് അറ്റൻഡഡ്, അത് പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ അതിലടങ്ങിയിരിക്കും ഡിഡ് അല്ലേ, ഡിഡിനോട് നോട്ട് ഒരുക്കുമ്പോൾ ഡിഡിൻ്റെ, പീപ്പിളിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ദേ അല്ലേ, ഡിഡിൻ്റെ ദേ. ഫോർ എ സ്റ്റേറ്റ്മെൻറ്റ് ബിഗിനിങ് വിത്ത് ദിസ് ആൻഡ് ദാറ്റ്, ദിസ് ഓർ ദാറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദിസിലോ ദാറ്റിലോ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ് വിൽ ബി ഇറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് ദിസോ ദാറ്റോ ആണെന്നുണ്ടെങ്കിൽ ടാഗിലെ സബ്ജക്റ്റ് ഇറ്റ് ആയിരിക്കും. ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ടാഗ് എങ്ങനെയാണ് വരുന്നത്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ടാഗാണ്. ഈസിൻ്റെ ഇറ്റാണ്. ദാറ്റ് വാസ് ഫൂളിഷ് ഓഫ് യു, വാസിൻ്റെ ഇറ്റാണ് വേണ്ടത്. പിന്നെ അതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് യു ആൻഡ് ഐ എന്നാണെങ്കിൽ യു ആൻഡ് ഐ, ടാഗിലെ സബ്ജക്റ്റ് നീയും ഞാനും നമ്മളായി വി എന്ന് എടുക്കണം. യു ആൻഡ് ഐ ആർ ഫൂൾസ്. അപ്പോൾ ടാഗിലെ സബ്ജക്റ്റ് എന്താണ്, വി ആ വേണ്ടുന്നത്, ആറിൻ്റെ വി എന്നെടുക്കണം. ആറിൻ്റെ വി, അത് പ്രത്യേകിച്ച് ഓർമ്മയെ സൂക്ഷിക്കണം. ഇഫ് ദി സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദി ഇൻട്രൊഡ്യൂസിങ് ഓർ ഇൻട്രൊഡക്ടറി ദേർ, ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ് വിൽ ഓൾസോ ബി ദേർ തന്നെയായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ദേർ ആണെങ്കിൽ ടാഗിലെ സബ്ജക്റ്റും ദേർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദേർ വെയർ 100 പീപ്പിൾ അറ്റ് ദി മീറ്റിംഗ്, വേറിൻ്റെ ദേറാണ് വേണ്ടത്. അനദർ ഇമ്പോർട്ടൻ്റ് വൺ, ഇഫ് ദി സബ്ജക്റ്റ് ഈസ് എനി വൺ, എനിബഡി, നോബഡി, സംബഡി, നൺ, നോ വൺ, നെയ്തർ, നൺ ഓഫ്, ദി സബ്ജക്റ്റ് ഓഫ് ദി ടാഗ് ഈസ് ദേ.
നമ്മൾ നേരത്തെ എവരിവണിൻ്റെ എവരിബഡിയുടെയും കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് എനിവണ്ണോ എനിബഡിയോ നോബഡിയോ സംബഡിയോ നണ്ണോ നോ വണ്ണോ നെയ്തറോ നൺ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ടാഗിലെ സബ്ജക്റ്റ് ദേ ആയിരിക്കും. ദേ ഉപയോഗിക്കുമ്പോൾ ദേക്ക് യോജിച്ച രീതിയിലുള്ള ഓക്സിലറി വെർബ് വേണമെന്ന് മാത്രം. someone gave the correct answer. someone gave the correct answer. അപ്പോൾ അതിൻ്റെ ടാഗ് എങ്ങനെ വരും? ഗേവ് എന്നുള്ള അവിടെ ഒന്നും കാണുന്നില്ല, അവിടെ ഗേവ് ആണ് അവിടുത്തെ ലെക്സിക്കൽ വെർബ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കിട്ടി. ഡിഡിൻറ്റ് ദേ എന്നല്ലേ വരുന്നത്. നോൺ വാസ് ഇൻജുവേഡ്. അപ്പോൾ അവിടെ വാസ് ഉണ്ട്, നോൺ വാസ് ഇൻജുവേഡ്. നോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ അത്. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗല്ലേ വേണ്ടത്. അപ്പോൾ വാസ് ദേ എന്ന് പറയാൻ പറ്റത്തില്ല. ദയോട് യോജിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദയോട് യോജിച്ച് ഓക്സിലറി എടുക്കണം. വേറെ ദേ എന്നേ വരത്തുള്ളൂ. someone വാസ് ഹർട്ട്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ വാസിൻ്റെ ദേ എന്നാണോ വേണ്ടത്? അല്ലല്ലോ, വേറിൻ്റെ ദേ എന്നല്ലേ വേണ്ടത്. നോ വൺ ന്യൂ ദി വേ. നോ വൺ ന്യൂ ദി വേ, ആർക്കും വഴി അറിഞ്ഞുകൂടായിരുന്നു. നോ വൺ ന്യൂ ദി വേ. അപ്പോൾ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് അവിടെ ഓക്സിലറി ഒന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ലെക്സിക്കൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. ന്യൂ ആണ്, ഡിഡ് പ്ലസ് നോ ആണല്ലോ, ഡിഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നോ വൺ വന്നതുകൊണ്ട് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ ഡിഡ് ദേ. നെയ്തർ ഓഫ് ദം കുഡ് ഹാവ് ഡൺ ദാറ്റ്. നെയ്തർ ഓഫ് ദം കുഡ് ഹാവ് ഡൺ ദാറ്റ്. നെയ്തർ ഓഫ് വന്നാലും ദേ ആണല്ലോ, അവിടെ കുഡുണ്ട്. ഇത് നെയ്തർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണല്ലോ, കുഡുണ്ട്, കുഡ് ദേ എന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം അതേപോലെ ഈ യൂസ് ടു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ടു വരികയാണെന്നുണ്ടെങ്കിൽ ടാഗിലെ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഡിഡിൻ്റ് ആയിരിക്കും. ഡിഡിൻ്റ് ആണ്, ഡിഡിൻറ്റ്. ഷീ യൂസ് ടു ലിവ് ഇൻ ഡൽഹി ഏളിയർ. അതിൻ്റെ ടാഗ് ഡിഡിൻറ്റ് ഷീ എന്നാണ്. ഷീ യൂസ് ടു ക്യാരി ആൻ അംബ്രല്ല, അതും എന്താണ്? ഡിഡിൻറ്റ് ഷീ. യൂസ് ടു എന്ന് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാഗ് എന്താണ്? ഡിഡിൻ്റ് ആണ് വരുന്നത്. ഇനി ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ കാര്യം എടുക്കാം. ഇമ്പരറ്റീവ് അറിയാമല്ലോ, ഓർഡേഴ്സും റിക്വസ്റ്റും. ഓർഡേഴ്സും റിക്വസ്റ്റിനും ഒരു നമ്മൾ ലെറ്റ്സിൽ ആരംഭിക്കുന്ന സജസ്റ്റിൻ്റെ കാര്യം പറയാൻ റെഡിമെയ്ഡ് ടാഗുണ്ട്. ഓർഡേഴ്സ് ആൻഡ് റിക്വസ്റ്റ് ചെയ്ത ടാഗ് വിൽ യു. ഓർഡേഴ്സോ റിക്വസ്റ്റോ ആണെങ്കിൽ അത് എഴുതിയിട്ട് കോമ ഉപയോഗിച്ചിട്ട് വിൽ യു എന്നുള്ള ടാഗ് എഴുതിയാൽ നമുക്ക് ടാഗായി. പാസ് മീ ദ സോൾട്ട് കോമ വിൽ യു ഓർഡറാണ്. പ്ലീസ് ഗെറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ വിൽ യു. പ്ലീസ് ഗിവ് മീ ദ ന്യൂസ് പേപ്പർ വിൽ യു ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓർഡേഴ്സിന് റിക്വസ്റ്റിനുള്ള റെഡിമെയ്ഡ് ടാഗ് വിൽ യു ആണ്. ഓപ്പൺ ദി ഡോർ വിൽ യു. ബി ക്വയറ്റ് വിൽ യു. പ്ലീസ് ബി ക്വയറ്റ് വിൽ യു. അങ്ങനെ വിൽ യു എന്ന് ഉപയോഗിച്ചാൽ മതി. സോ ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് റിഗാർഡിംഗ് ക്വസ്റ്റ്യൻ ടാഗ് ഓർ ടാഗ് ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ which we can expect in almost all English grammar questions. Okay, we can meet with another portion in our next class. Till then, goodbye.